എല്ലാവർക്കും ജെറിക്സ് മീഡിയയിലേക്ക് സ്വാഗതം. പെൻഷനുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്രിസ്മസിന് ഒരു ഗഡു ക്ഷേമ പെൻഷൻ 62 ലക്ഷം പേർക്ക് 1600 രൂപ വീതം ലഭിക്കുന്നതാണ്. തിങ്കളാഴ്ച മുതൽ കിട്ടിത്തുടങ്ങുമെന്ന് ധനവകുപ്പ് അറിയിച്ചിരിക്കുകയാണ്. അതേപോലെ അനധികൃതമായി പാവപ്പെട്ടവരുടെ സാമൂഹ്യക്ഷേമ പെൻഷൻ മേടിച്ചെടുത്ത സർക്കാർ ജീവനക്കാർക്കെതിരെ വകുപ്പുതല നടപടിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആദ്യപടിയെന്ന നിലയിൽ കൃഷിവകുപ്പിലെ 6 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ഇവർ അനധികൃതമായി കൈപ്പറ്റിയ ക്ഷേമ പെൻഷൻ തുക 18% പലിശ സഹിതം തിരിച്ചടക്കണം. കാസർഗോഡ് ജില്ലാ മണ്ണ് സംരക്ഷണ ഓഫീസിലെ ഗ്രേഡ് 2 അറ്റൻഡർ സാജിദ KA, പത്തനംതിട്ട മണ്ണ് സംരക്ഷണ ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പർ ഷിജാകുമാരി G, വടകര മണ്ണ് സംരക്ഷണ ഓഫീസിലെ വർക്ക് സൂപ്രണ്ട് നസീദ് മുബാറക്ക്, മീനങ്ങാട് മണ്ണ് സംരക്ഷണ ഓഫീസിലെ പാർട്ട് ടൈം സ്വീപ്പർ ഭാർഗവി P, മീനങ്ങാട് മണ്ണ് പര്യവേഷണ അസിസ്റ്റന്റ് ഡയറക്ടർ കാര്യാലയത്തിലെ പാർട്ട് ടൈം സ്വീപ്പർ ലീല K, തിരുവനന്തപുരം സെൻട്രൽ സോയിൽ അനലറ്റിക്കൽ ലാബിലെ പാർട്ട് ടൈം സ്വീപ്പർ രജനി J എന്നിവർ അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായി തെളിഞ്ഞിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഇവർക്കെതിരെ നടപടി. ഇൻഫർമേഷൻ കേരള മിഷൻ നടത്തിയ അന്വേഷണത്തിലാണ് ഗസറ്റഡ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള 1458 പേർ മാസം 1600 രൂപ ക്ഷേമ പെൻഷൻ അനധികൃതമായി കൈപ്പറ്റിയെന്ന് കണ്ടെത്തിയത്. ആരോഗ്യവകുപ്പിലാണ് ഏറ്റവും അധികം 373 പേർ. രണ്ടാം സ്ഥാനത്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പാണ് 224 പേർ. എന്തുതന്നെയായാലും ഇവർക്കെതിരെയായും തുടർ നടപടികൾ എന്തായാലും ഉണ്ടായിരിക്കുമെന്നാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ്.